വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർവെപ്പ് നടക്കുന്ന ഞായറാഴ്ച കൊട്ടിയൂരിലേക്ക് ഭക്തരുടെ ഒഴുക്ക്. പുലർച്ചെ മുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള വാഹനങ്ങൾ ഭക്തരുമായി കൊട്ടിയൂരിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. വലിയ വാഹനങ്ങൾ കണിച്ചാറിലും കേളകത്തും നിർത്തി അവിടെ നിന്ന് KSRTC ബസ്സുകളിൽ കൊട്ടിയൂരിലേക്ക് പോകാൻ പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ട്രാഫിക് നിയന്ത്രണങ്ങളെല്ലാം പാളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. റോഡിന്റെ വീതി കുറവും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാത്തതും തീർത്തും ദുരിതമായി മാറുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് രാവിലെ മുതൽ ഉണ്ടായത്. 9 മണിയോടെ പോലീസ് മണത്തണയിൽ കർണാടകയിൽ നിന്നടക്കമെത്തിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ തടഞ്ഞു. വൻ ബ്ലോക്കാണെന്നും അല്പം ഒഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന നിർദ്ദേശം പോലീസ് യാത്രക്കാർക്ക് നൽകുകയായിരുന്നു. ഗതാഗതക്കുരുക്ക് മണത്തണ മലയോര ഹൈവേയിൽ മടപ്പുരച്ചാൽ വരെ നീണ്ടു. അതിനിടെ പേരാവൂർ ഭാഗത്തു നിന്ന് വന്ന സ്വകാര്യ ബസ്സുകളിൽ പോലീസ് തന്നെ ഇടപെട്ട് യാത്രക്കാരെ കയറ്റി കൊട്ടിയൂരിലേക്ക് പറഞ്ഞുവിട്ടു. ദീർഘനേരം വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞിട്ടതോടെ ചില യാത്രക്കാർ പ്രകോപിതരായി. പോലീസ് സ്വകാര്യ ബസ്സുകൾക്ക് സഹായം ചെയ്യുന്നതായി യാത്രക്കാരിൽ ചിലർ ആരോപണമുന്നയിച്ചു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകം വാഹനങ്ങളിലെത്തി 15 കിലോമീറ്ററോളം ഇപ്പുറമുള്ള മണത്തണയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടകരെ കടുത്ത ദുരിതത്തിലാക്കി. പലരും സ്വകാര്യ ബസ്സുകളിൽ കയറാൻ മടിച്ചു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് പോലീസ് കടത്തിവിട്ടത്. മണത്തണ, അയോത്തുംചാൽ, കണിച്ചാർ ടൗണുകളിലും ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി. കേളകം ടൗണിലും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ഏറെ സമയമെടുത്താണ് വാഹനങ്ങൾ കൊട്ടിയൂരിലേക്ക് പതുക്കെ നീങ്ങിയത്. രാവിലെ മഴ അല്പം വിട്ടുനിന്നത് യാത്രക്കാർക്ക് ഗുണകരമായെങ്കിലും മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയതോടെ തീർത്ഥാടകർ അക്ഷരാർത്ഥത്തിൽ വലയുകയായിരുന്നു. ഏജന്റ് ന്യൂസ്, കൊട്ടിയൂർ. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.